മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എത്ര ദിവസം, എത്ര പുസ്തകം, എത്ര പേന, എത്ര ടേബിള്, എത്ര വെള്ളം, എത്ര പാല്, ഇങ്ങനെ എത്ര എന്നുള്ളൊരു പ്രയോഗമുണ്ട്. നമ്മളത് എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മലയാളത്തിൽ എത്ര പാലിന്റെ അളവ്, പാല് നമ്മൾ അളന്നിട്ട് വാങ്ങുന്ന ഒരു സാധനമാണ്, എണ്ണത്തിലല്ല. എങ്കിലും അതിന് നമ്മൾ പറയുന്നത് എത്ര പാല് വേണം, എത്ര ദിവസം നീ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷിൽ എത്ര എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. മലയാളത്തിൽ നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ അത് പാലിനെയും പഞ്ചസാരയും എണ്ണത്തിനെ കുറിച്ച് പറയുമ്പോഴും എന്തിനെ കുറിച്ചും പറയുമ്പോഴും നമുക്ക് ഈ എത്ര എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷിന്റെ രീതി മറ്റൊന്നാണ്. അതിൽ രണ്ട് ഉപയോഗമുണ്ട്. ഒന്ന് ഹൗ മച്ച്, രണ്ടാമത്തേത് ഹൗ മെനി. രണ്ടിന്റെ അർത്ഥം എത്ര എന്ന് തന്നെയാണ്. ഇപ്പോൾ ഹൗ മച്ച് മിൽക്ക് ഡു യു വാണ്ട്, ഹൗ മച്ച് മിൽക്ക് ഡു യു വാണ്ട്, നിനക്ക് എത്ര പാല് വേണം. അതേപോലെ തന്നെ നിനക്ക് എത്ര പേന വേണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഹൗ മച്ച് പെൻസ് ഡു യു നീഡ് എന്ന് ചോദിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ ഹൗ മെനി എന്ന് ചോദിക്കണം. ഹൗ മെനി പെൻസ് ഡു യു നീഡ്. എന്താണ് അപ്പോൾ ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഹൗ മച്ച് എന്ന് പറയുന്നത് അളവിനെ സൂചിപ്പിക്കാനാണ്, അളവിൽ പറയുന്ന സാധനങ്ങൾ, അതാണ് ഹൗ മച്ച്. മലയാളത്തിൽ ഇതിൽ രണ്ടിലും എത്ര എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. അളവിന് വേണ്ടിയിട്ടും എണ്ണത്തിന് വേണ്ടിയിട്ടും വേറെ വേറെ ഉപയോഗങ്ങളൊന്നും മലയാളത്തിലില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ വലിയ കൺഫ്യൂഷനും ഇല്ല. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹൗ മച്ച് എന്നാ പറയാം. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ അളന്നിട്ടല്ല സ്വാഭാവികമായിട്ട് വെള്ളമൊക്കെ. അപ്പോൾ നിനക്ക് എത്ര വെള്ളം വേണം എന്ന് പറഞ്ഞാൽ നീ എത്ര വേണ്ടതെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ എനിക്ക് ഒരു വെള്ളം വേണം, രണ്ട് വെള്ളം വേണം എന്നൊന്നും നമ്മൾ പറയാറില്ല. കാരണം അത് അളവിൽ കൊടുക്കുന്ന സംഭവമാണ്. പാലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് അളവാണ്, എണ്ണിയിട്ടല്ല നമ്മൾ കൊടുക്കാറ്. എണ്ണത്തിൽ കൊടുക്കുന്ന പേന, പെൻസില്, ഇതുപോലുള്ള സാധനങ്ങൾ, മൊബൈൽ, അങ്ങനെ എന്തും എണ്ണിയിട്ട് 1, 2 എന്നുള്ള രീതിയിൽ എണ്ണി കൊടുക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഹൗ മെനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഹൗ മെനി എന്നാണ് പറയുക. അപ്പം നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും, അപ്പോൾ എത്ര ദിവസം എന്നുള്ളത് ഹൗ മെനി ഡേയ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്. യു വിൽ ബി ഹിയർ, ഹൗ മെനി ഡേയ്സ് യു വിൽ ബി ഹിയർ, നീ ഇവിടെ എത്ര ദിവസം ഉണ്ടായിരിക്കും. ഹൗ മെനി ഡേയ്സ്, ഹൗ മെനി എന്ന് പറയുന്നത് എണ്ണത്തിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് മറക്കരുത്. അതുപോലെ തന്നെ ഹൗ മച്ച് എന്നുള്ളത് അളവിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഹൗ മച്ച് മിൽക്ക് ഡു യു വാണ്ട്, ഹൗ മച്ച് മിൽക്ക് ഡു യു വാണ്ട്, നിനക്ക് എത്ര പാലാണ് വേണ്ടത്. അപ്പോൾ പാൽ എത്രയാണ് വേണ്ടത് എന്ന് ചോദിക്കേണ്ട സമയത്ത് ഹൗ മെനി എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കരുത്. ഹൗ മെനി മിൽക്ക് എന്നൊന്നും ചോദിച്ചു പോകരുത്, വിഡിത്തമാണ്. അപ്പോൾ അളവിനെ സൂചിപ്പിക്കുന്ന സാധനങ്ങളാവുമ്പോൾ ശ്രദ്ധിക്കണം. ഹൗ മച്ച് എന്നും എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് ഹൗ മെനി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ പുറത്ത് എത്ര വണ്ടി കാത്തു നിൽക്കുന്നുണ്ട്, പാർക്കിങ്ങിൽ പുറത്ത് എത്ര വണ്ടികൾ നിൽക്കുന്നുണ്ട്, വണ്ടി എണ്ണത്തിനാണ്. എത്ര വണ്ടി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മളൊരു 50 വണ്ടി, അതൊക്കെ എണ്ണാണല്ലോ, 50, 60 എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഹൗ മെനി ഉപയോഗിച്ചിട്ട് വേണം ചോദ്യം തുടങ്ങാൻ. പക്ഷേ എത്ര വെള്ളം ഉണ്ട് അവിടെ ഏകദേശം എന്ന് ചോദിക്കില്ലേ. അപ്പോൾ നമ്മൾ അളവിനെ സൂചിപ്പിക്കുന്നത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഹൗ മച്ച് ഉപയോഗിക്കണം. എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന എവിടെയൊക്കെയാണോ അവിടെ ഹൗ മെനി ഉപയോഗിക്കണം. അപ്പം ഇന്ന് ക്ലാസ്സിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഹൗ മെനി സ്റ്റുഡൻസ് എന്നാണ് പറയേണ്ടത്. ഹൗ മെനി സ്റ്റുഡൻസ്, ഹൗ മച്ച് സ്റ്റുഡൻസ് എന്ന് ചോദിക്കരുത്, അത് വിട്ടിത്താണ്. പുറത്ത് എത്ര വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ്. അവിടെ വണ്ടികൾ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൗ മെനി വെഹിക്കിൾസ് ആർ പാർക്കിംഗ് ഔട്ട്സൈഡ്, ഹൗ മെനി വെഹിക്കിൾസ് ആർ പാർക്കിംഗ് ഔട്ട്സൈഡ്, പുറത്ത് എത്ര വണ്ടികൾ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എണ്ണത്തിനെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള സമയത്ത് ഹൗ മെനി എന്നും അളവിനെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള സമയത്ത് ഹൗ മച്ച് എന്നും ഉപയോഗിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് ആസ് മച്ച് ആസ്, ആസ് മെനി ആസ്, ആസ് മച്ച് ആസ്, ആസ് മെനി ആസ്. ഒരാൾ നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് പാല് വേണം, എനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പം നമ്മൾ അവരോട് പറയുകയാണ്, നിനക്ക് വേണ്ട അത്ര എടുത്തോ. പാലിനെയാണ് പറയുമെങ്കിൽ നമ്മൾ എണ്ണത്തിനല്ല പറയുക, അളവിനെയാണ്. അപ്പോൾ ടേക്ക് ആസ് മച്ച് ആസ് യു വാണ്ട്, എത്രയാണോ നിനക്ക് വേണ്ടത് അത്ര എടുത്തോ. ടേക്ക് ആസ് മച്ച് ആസ് യു വാണ്ട്, അതൊരു അളവിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് പേന വേണം, കുറച്ച് പുസ്തകം വേണം, കുറച്ച് ടേബിൾ വേണം, എന്തെങ്കിലും സാധനം എണ്ണത്തിൽ നമ്മൾ പറയുന്നതിന്. അപ്പം നമ്മൾ പറയേണ്ടത് എന്താണ് അവരോട്? ടേക്ക് ആസ് മച്ച് ആസ് യു വാണ്ട് എന്നല്ല, ടേക്ക് ആസ് മെനി ആസ്, എത്ര എണ്ണാണോ നിനക്ക് വേണ്ടത് അത്ര എടുത്തോ എന്ന് പറയാണ്. ടേക്ക് ആസ് മെനി ആസ് യു വാണ്ട്. മച്ച്, മെനി എന്നുള്ളത് ശ്രദ്ധിച്ചുപയോഗിക്കണം. ഇതാണ് മച്ച് എവിടെയൊക്കെ വരുന്നു അത് അളവിനെ സൂചിപ്പിക്കുന്നു, മെനി എന്നുള്ളത് എണ്ണത്തിനെ സൂചിപ്പിക്കുന്നു. തരംതിരിച്ച് സാഹചര്യം മനസ്സിലാക്കി ഉപയോഗിക്കുക, തെറ്റുവരുത്തരുത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ടേക്ക് ആസ് മെനി ആസ് യു വാണ്ട്, നിനക്ക് എത്ര എണ്ണാണോ വേണ്ടത് അത്ര എടുത്തോ. ടേക്ക് ആസ് മച്ച് ആസ് യു വാണ്ട്,
എത്രയാണോ നിനക്ക് വേണ്ടത് എടുത്തോ, എണ്ണം അവിടെ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ മച്ച് എന്നുള്ളത് അളവിനെ സൂചിപ്പിക്കുന്നു എന്നും മെനി എന്നുള്ളത് എണ്ണത്തിനെ സൂചിപ്പിക്കുന്നു എന്നും മനസ്സിലാക്കി വെച്ച ആസ് മച്ച് ആസ് ഒക്കെ ഓർമ്മിച്ചു വെക്കാൻ വളരെ എളുപ്പമാവും. താങ്ക് യു.